കേരളം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണെന്ന് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ കുടുംബാസൂത്രണം ഫലപ്രാപ്തമായി നടത്തിയത് നികുതി വിഹിതം ലഭിക്കുന്നതിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയായി. ദുരന്ത നിവാരണത്തിന് വേണ്ടിയാണ് കേരളം കൂടുതൽ തുക ആവശ്യപ്പെട്ടതെന്നും അരവിന്ദ് പനഗരിയ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു പ്രതികരണം. ഷീജയിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഷീജ, വലിയ തോതിലുള്ള പ്രതീക്ഷ 16ാം ധനകാര്യ കമ്മീഷന്റെ സന്ദർശനം, ഒപ്പം ഈ പ്രതികരണങ്ങളിലൊക്കെയും കേരളം വെച്ചു പുലർത്തുന്നുണ്ട്. വളരെ കൃത്യമായ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം കേരളം സമർപ്പിച്ചിട്ടുമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെയും അനുഭാവപൂർവമായ ഒരു പ്രതികരണം കാത്തിരിക്കുകയാണ് കേരളം ഇപ്പോൾ. അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും കാവ്യ, ഏതായാലും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് പനഗരിയയും ഒപ്പം തന്നെ കമ്മീഷൻ അംഗങ്ങളും എത്തിയപ്പോൾ രാവിലെ തന്നെ സർക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ആദ്യം തന്നെ ആരംഭിച്ചത്. ഈ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സംസ്ഥാനത്തെ ഒരു സാഹചര്യം എന്താണ്, സംസ്ഥാനത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിവിധ തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകളും നടന്നിരുന്നു. അതിനുശേഷമാണ് കമ്മീഷൻ അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങളും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ഡിവിസീവ് പൂൾ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ളതായിരുന്നു. അത് കേന്ദ്രം നൽകുന്ന 15% എന്നുള്ളത് 32% ഉയർത്തണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാനദണ്ഡങ്ങളിൽ ജനസാന്ദ്രതയ്ക്കും ഭൂവിസ്തൃതിക്കും ഒപ്പം തന്നെ നഗരവൽക്കരണത്തിനും വെയിറ്റേജ് നൽകണം എന്നുള്ളൊരു ആവശ്യവും സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായി പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം വലിയ തോതിലാണ് കേരളത്തെ ബാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി കൂടുതൽ തുക അനുവദിക്കണം എന്നുള്ളൊരു വലിയ ആവശ്യം സംസ്ഥാനം കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പനഗരിയ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും 13,922 കോടി രൂപ പ്രത്യേക ഗ്രാന്റായി അനുവദിക്കണം എന്നുള്ളൊരാവശ്യമാണ് 16ാം ധനകാര്യ കമ്മീഷന് മുന്നിൽ കേരളം വെച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതായാലും കൃത്യമായ രീതിയിൽ വിവരശേഖരണം നടത്തി അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. ഏതായാലും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ തങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കമ്മീഷൻ അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.